2021 മാർച്ച് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപ്പാതകളിൽ ഒന്നായ സൂയിസ് കനാൽ വഴി ഒരു വലിയൊരു ഭീമൻ കപ്പല് പതിവ് പോലെ യാത്ര ചെയ്യുകയായിരുന്നു. ആ കപ്പലിന്റെ പേരാണ് എവർ ഗിവൺ. ഏകദേശം 400 മീറ്റർ നീളവും 2 ലക്ഷം ടണ്ണോളം ഭാരം വരുന്ന ആ കപ്പൽ ആയിരക്കണക്കിന് കണ്ടെയ്നറുകളുമായി ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് യാത്രയിലായിരുന്നു. ഈ കപ്പൽ ഒരു സാധാരണ ദിവസങ്ങൾ പോകുന്നത് പോലെ ഈ ഒരു ദിവസം ചരക്കുമായി യൂറോപ്പിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം ആ സാധാരണ ദിവസം തന്നെ ലോക ചരിത്രത്തിലെ വിചിത്രമായൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. പെട്ടെന്ന് ശക്തമായ കാറ്റും മണൽക്കാറ്റും ഉയർന്നു. കാഴ്ച മങ്ങിപ്പോയി. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായി. ഒറ്റ നിമിഷം കൊണ്ട് ആ ഭീമൻ കപ്പല് കനാലിന് കുറുകെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇതൊരു കപ്പൽ കുടുങ്ങിയ സംഭവം മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ചലനം നിർത്തിയൊരു സംഭവമാണ് അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം ലോക വ്യാപാരത്തിന്റെ ഏകദേശം 12% ഈ ഒരേ ഒരു പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു കപ്പൽ കുടുങ്ങിയതോടെ പിന്നാലെ വന്ന 100 കണക്കിന് കപ്പലുകൾ പാതി വഴിയിൽ കുടുങ്ങുകയാണ്. എണ്ണ, ഭക്ഷണം, ഇലക്ട്രോണിക്, മറ്റു സാധനങ്ങളെല്ലാം ലോകമെമ്പാടും എത്തേണ്ടവ അതെല്ലാം അന്ന് അവിടെ തങ്ങുകയാണ്. ഓരോ മണിക്കൂറിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. ഒരു ചെറിയ തടസ്സം, എന്നാൽ അതിൻ്റെ ആഘാതം ആഗോള തലത്തിലായിരുന്നു. ഈ സമയം എല്ലാവരും ഉറ്റുനോക്കിയ ഒരേ ഒരു കാര്യത്തിലേക്കാണ്: ഈ ഭീമനെ എങ്ങനെ മാറ്റും? ടാഗ് ബോട്ടുകളെത്തി, മണൽ നീക്കം ചെയ്യാൻ യന്ത്രങ്ങൾ തുടങ്ങി. ആ കപ്പലിനെ വലിക്കാൻ പല തവണ ശ്രമിച്ച്, എന്നാൽ അത്ര എളുപ്പമല്ലായിരുന്നു ആ കാര്യം. 6 ദിവസങ്ങൾ ലോകം കാത്തിരുന്നു. ഒടുവിൽ നിരന്തരമായ പരിശ്രമങ്ങൾക്ക് ശേഷം കപ്പല് അല്പമല്പമായി നീങ്ങി തുടങ്ങുകയാണ്. പിന്നീടത് പൂർണ്ണമായി സ്വതന്ത്രമായി വീണ്ടും യാത്ര തുടരുകയും ചെയ്തു. ഈ ഒരു സംഭവം നമ്മൊരു വലിയ സത്യം ഓർമ്മിപ്പിച്ചു. നമ്മുടെ ലോകം വളരെ സങ്കീർണവും പരസ്പരം ബന്ധിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ തടസ്സം പോലും മുഴുവൻ ലോകത്തെയും ബാധിക്കാം. ഒരു കപ്പൽ, ഒരു പാത, പക്ഷെ അതിൻ്റെ പ്രാധാന്യം ലോകതലത്തിൽ എത്രയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.